നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് ജി സുധാകരൻ എന്ന് വച്ചാൽ ആലപ്പുഴയിലെ CPM-ൽ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു. ജി സുധാകരൻ എന്ത് തീരുമാനിക്കുന്നുവോ അതുമാത്രമേ ആലപ്പുഴയിലെ CPM-ൽ നടക്കുമായിരുന്നുള്ളൂ. ആദ്യം VS-ന്റെയും പിന്നീട് പിണറായിയുടെയും ഉറച്ച അനുയായിയായി നിന്നുകൊണ്ട് ജി സുധാകരൻ പൂർണ്ണമായും ആലപ്പുഴയുടെ പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കി നിയന്ത്രിച്ചു. തനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രം അദ്ദേഹം പാർട്ടിയിൽ വളർത്തി, ഇഷ്ടമില്ലാത്തവരാരായാലും അവരെ വെട്ടി മൂലക്കിട്ടു. അങ്ങനെ ജി സുധാകരൻ എന്നാൽ ആലപ്പുഴയിലെ CPM ആയി മാറി. ആലപ്പുഴയിലെ CPM എന്ന് വെച്ചാൽ ജി സുധാകരൻ തന്നെയായി മാറി. ഇതെല്ലാം പഴയ കഥ. 2021 ശേഷം ജി സുധാകരൻ ആലപ്പുഴയിലെ പാർട്ടിയുടെ കണ്ണിലെ കരടായി മാറി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരന് മത്സരിക്കാൻ പിണറായി വിജയൻ സീറ്റ് നൽകിയില്ല. അമ്പലപ്പുഴ സീറ്റ് സലാം എന്ന നേതാവിന് കൊടുത്തു. ഇതോടുകൂടി ജി സുധാകരന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നു. സലാമിനും CPM-ന്റെ ജില്ലാ കമ്മിറ്റി നേതാക്കൾക്കും മന്ത്രി സജി ചെറിയാനുമെതിരെ കടുത്ത വിമർശനങ്ങളുമായി ജി സുധാകരൻ രംഗത്ത് വന്നു. തന്നെ മനഃപൂർവ്വം അവഗണിക്കുകയും അപമാനിക്കുകയാണ് സജി ചെറിയാൻ ചെയ്യുന്നതെന്നും സജി ചെറിയാനെ പാർട്ടിയിൽ വളർത്തിക്കൊണ്ടുവന്ന് ഇവിടം വരെ എത്തിച്ചത് താനാണെന്നുമെന്നാണ് ജി സുധാകരന്റെ വീമ്പ് പറച്ചിൽ. അത് പാർട്ടിക്ക് ചെറിയ തലവേദനയൊന്നുമല്ല ഉണ്ടാക്കിയത്. ഒരു കാലത്ത് സജി ചെറിയാനും AM ആരിഫുമൊക്കെ ജി സുധാകരന്റെ പെട്ടിയെടുപ്പുകാരായിരുന്നു എന്നുള്ളത് സത്യമാണ്. പിണറായി വിജയൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ കല്ലെ പുളക്കുന്ന കൽപ്പനകൾ ആലപ്പുഴയിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ജി സുധാകരൻ തന്നെയായിരുന്നു. പിണറായിക്ക് ആലപ്പുഴയിൽ നിന്ന് ആരെ കാണാൻ പോകണമെങ്കിലും, അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ആര് പിണറായിയെ കാണാൻ പോകണമെങ്കിലും ജി സുധാകരൻ വഴിയെ അന്ന് സാധിക്കുമായിരുന്നുള്ളൂ. കാരണം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ പറയുന്നതെന്തോ അതേ പിണറായി കേൾക്കുമായിരുന്നുള്ളൂ. അതായിരുന്നു അവസ്ഥ. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം തകിടം മറിഞ്ഞു. ജി സുധാകരനെ പതിയെ മൂലക്കിരുത്തി സജി ചെറിയാനെ എന്ന് വെച്ചാൽ ജി സുധാകരന്റെ ശിഷ്യനെ, പെട്ടിയെടുപ്പുകാരനെ ആലപ്പുഴയിലെ നേതാവാക്കി പിണറായി മാറ്റി. സജി ചെറിയാനെ മന്ത്രിയുമാക്കി. ഇതോടുകൂടിയാണ് ജി സുധാകരന്റെ അനിഷ്ടം, അല്ലെങ്കിൽ ജി സുധാകരന്റെ രോഷം കല്ലുതുള്ളി പുറത്തു വന്നത്. ഇതോടുകൂടി നിരന്തരമായ ആക്രമണങ്ങൾ പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും സജി ചെറിയാനുമെതിരെ ജി സുധാകരൻ നടത്തുകയുണ്ടായി. വലിയ തോതിലുള്ള വിമർശനങ്ങൾ സുധാകരന്റെ ഭാഗത്തു നിന്നും പാർട്ടിക്ക് നേരെ ഉണ്ടായി. ഈ കഴിഞ്ഞ ദിവസം വരെ സുധാകരൻ പാർട്ടിക്കെതിരെ എടുത്ത നിലപാട് വലിയ അലോസരമാണ് CPM-ന് ഉണ്ടാക്കിയത്. എന്നാൽ ഇതിനകത്ത് ഒരു കാര്യം മറഞ്ഞു കിടപ്പുണ്ട് എന്നാണ് പറയുന്നത്. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ വരുന്ന തെരഞ്ഞെടുപ്പിൽ? അങ്ങനെ ഒരു സാധ്യത ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ, അല്ലെങ്കിൽ പാർട്ടി നടപടിയെടുത്ത് തന്നെ പുറത്താക്കിയാൽ UDF സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിക്കാനുള്ള ചില കരുക്കൾ എവിടെയോ നീങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ജി സുധാകരൻ അതിനെ കുറിച്ചൊന്നും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ജി സുധാകരൻ ഒരുപക്ഷെ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് പുറത്താക്കുകയാണെങ്കിൽ അമ്പലപ്പുഴയിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി സലാമിനെതിരെ മത്സരിച്ചേക്കും എന്നാണ്. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ CPM-ന് കേരളം മുഴുവൻ അത് വലിയൊരു പ്രത്യാഘാതം ഉണ്ടാകും. അതുകൊണ്ടാണ് മനഃപൂർവ്വം ജി സുധാകരനെ CPM പ്രകോപിപ്പിക്കാതിരിക്കുന്നതെന്നും ചില CPM നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ട്. ജി സുധാകരനോട് കോൺഗ്രസ് നേതൃത്വം മത്സരിക്കണമോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. മത്സരിക്കുമെന്ന് ജി സുധാകരൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഗൗരിയമ്മയുടെ വഴി പിന്തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി നടപടിയെടുത്ത് ജി സുധാകരനെ പുറത്താക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അമ്പലപ്പുഴയിൽ നിന്നോ, അല്ലെങ്കിൽ ചെങ്ങന്നൂരിൽ നിന്ന് തന്നെയോ, അല്ലെങ്കിൽ കായംകുളത്ത് നിന്നോ ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിച്ചേക്കാം എന്നുള്ള സൂചനകൾ ഇപ്പോൾ UDF നിന്ന് കേൾക്കുന്നുണ്ട്. അടൂർ പ്രകാശ്, UDF കൺവീനർ അടൂർ പ്രകാശ് ഏതാണ്ട് അത്തരത്തിലൊരു സൂചനയും നൽകിയെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജി സുധാകരനെ പുറത്താക്കാൻ പാർട്ടി പഠിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ പത്രസമ്മേളനം എന്ന് വെച്ചാൽ ബുധനാഴ്ചയിലെ പത്രസമ്മേളനം കഴിയുമ്പോൾ തന്നെ മറ്റേത് നേതാവായാലും പാർട്ടിക്ക് പുറത്തു പോകുമായിരുന്നു. എന്നാൽ സുധാകരനെ പാർട്ടിക്ക് പുറത്താക്കിയാൽ അദ്ദേഹത്തെ UDF അവരുടെ സ്ഥാനാർത്ഥിയാക്കി വരുന്ന തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുമെന്നും അത് CPM-ന് ക്ഷീണമാകുമെന്നും തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ നിലവിൽ CPM ഉണ്ടാതിരിക്കുന്നത്.